അച്ചപ്പം. ജസ്റ്റ് യു ട്രൈ ഗ്രേസി. ഓ ഷുവർ. അപ്പാപ്പനും അമ്മാമ്മയും സൗത്ത് ആഫ്രിക്ക പോണ പ്രമാണിച്ചിട്ട് ഇവിടെ ഒരു ലീവ് എടുത്തിരുന്ന് ഉണ്ടാക്കിയതാ. അതെയോ? ആഹാ പറയേ. അടുത്ത ആഴ്ച സൗത്ത് ആഫ്രിക്കയിൽ പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എന്തോ. ഓ എന്തായാലും നിന്റെ അപ്പൻ സണ്ണിക്കും പോളിക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പോളിക്ക് താമസിക്കാൻ വേറെ വീടുണ്ട്, നിനക്കാണെങ്കിൽ ഫ്ലാറ്റും ഉണ്ട്. എന്റെ ഫ്ലാറ്റ് വാടകയ്ക്കല്ല പാപ്പ. ആ എന്നാലും ഉണ്ടല്ലോ, ആർക്കും വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ തറവാട് ഞങ്ങൾ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. വെള്ളാനിക്കാരൻ റോയ് വന്നൊരു വില പറഞ്ഞു. പോണേല് മുമ്പ് അത് രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് എന്റെ തീരുമാനം. എന്താടാ പോളി, എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പാപ്പന്റെ കൂടെയാ പാപ്പ. നീ പറഞ്ഞതാടാ ശരി. ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മുണ്ട് മുറുക്കി ഉടുത്ത് പിശുക്ക് ജീവിച്ചു. എന്നിട്ട് എന്തിനാ ഒരു ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാനുള്ളതല്ലേ? ഈ വീട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനും ഗ്രേസിയും ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വരുന്ന ക്രിസ്മസിന് ഒരു യൂറോപ്പ് ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന. ആ ഈ തറവാട് വിൽക്കുമ്പോ എനിക്കതിലൊരു ഷെയർ. എനിക്കിവിടെ നിക്കക്കളിയില്ലാത്ത പ്രശ്നങ്ങളാണേ. ഈ തറവാടാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. അപ്പാപ്പൻ സഹായിക്കണം. പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടണം. നിന്റെ പ്രായത്തിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരുന്നു എനിക്ക്, അറിയോ? ഇതങ്ങനെയല്ല പാപ്പ, ലോകം മുഴുവൻ എനിക്കെതിരാ. എനിക്കും പണ്ട് ഇത് തോന്നിയിട്ടുണ്ട് മോനെ. ഈ ലോകത്തെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച് ജയിക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ മിടുക്ക്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ നിന്നൊരു ഷെയർ ഇനി ആരും പ്രതീക്ഷിക്കണ്ട. ഇത് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എളപ്പാ? ഈ തറവാടിന് ഇപ്പൊ എന്താണ് വാല്യൂ? ക്രോസ് ആണ്, ക്രോസ്. ഇവക്കൊരു തേങ്ങ ഉണ്ടാക്കാറിയില്ലേട്ടാ, മറ്റേത് ബേക്കറിന്ന് മേടിച്ചതാ. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ എളപ്പന്റെ കൂടെ ഏട്ടാ. ഇനിയിപ്പോ എന്തുണ്ടാവാൻ്റെ? അപ്പന്റെ പേരിലെ തറവാട് അപ്പന് ഇഷ്ടമുള്ളത് ചെയ്യാം. വയസ്സാങ്കാലത്ത് അപ്പനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് നിലക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ ജോയെ? അതിന് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലോ എളപ്പാ. മോനെ ജോയെ, എനിക്കിട്ട് പണിയാൻ നോക്കിയല്ലേ നീ? എന്നിട്ടിപ്പോ എന്തായി? രണ്ടാൾക്ക് ഇല്ലാണ്ടായില്ലേ? മിണ്ടാണ്ട് വണ്ടി വിട്ടോ, അതാ നല്ലത്. ആ താക്കല് ആ പിന്നെ മോനെ ജോയെ, ഒരു 8 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് ഓർമ്മയുണ്ടാവില്ല അല്ലേ? അതൊന്നും മുദ്രപത്രത്തിൽ എഴുത്തന്നില്ലോ. എന്നാ ഇനി നീ കടം കയറി മുടിയുന്നതിന് മുമ്പ് ആ മുദ്രപത്രം ഞാൻ അങ്ങ് പ്രയോഗിക്കാൻ പോവാ. ഈ തറവാട്ടില് നിനക്കുള്ള ഷെയറിന്റെ കാര്യം ഓർത്താ ഇത്രയും നാളെ അനങ്ങാണ്ടിരുന്നത്. ഇപ്പൊ ആ പ്രതീക്ഷയും കൂടി പോയി കിട്ടിയില്ലേ? ബാക്കി നമുക്ക് കോടതി കാശിന് ആവശ്യമുണ്ട് ജോയ് മോനെ. ബൈ ഇലക്ഷൻ വരാൻ പോവാ. കോർപ്പറേഷന്റെ ഭരണം മാറിയ നമ്മുടെ കടയിരിക്കുന്ന സ്ഥലം വരെ പോവും. അതുകൊണ്ടാ മോനെ. പോട്ടെ മോളെ. എന്റെ അമ്മ ജോയേട്ടാ, ദേ അഭയകുമാർ. കർത്താവേ, 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ശവടക്കിലുണ്ടാവുള്ളൂ പറയ ഗ്രീനുവേ. വാ അഭയ, ഇരിക്കേ. വേണ്ട മുതലാളി, ഞാൻ ഇവിടെ ഒന്നുണ്ട്. നടക്കിറങ്ങിയതാവൂലേ? ഇത് നമ്മുടെ ഗിരീഷ് തന്നതാ വർക്ക്ഷോപ്പിൽ നിന്ന്. വണ്ടിയുടെ പണിയുടെ എസ്റ്റിമേറ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്താ പണി തുടങ്ങാന്നാ ഡവ് പറഞ്ഞേ. എന്റെ ഇപ്പോ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചില്ലേ ഭയ? അതുകൊണ്ട് എന്തുട്ട കാര്യം പോലാളി, ആ വണ്ടിയിലേക്ക് ഈ തടി വേസ്റ്റ് അല്ല. എന്റെ ലൈഫ് കുട്ടിച്ചോറായില്ലേ? നീ കിടന്നിങ്ങനെ മോങ്ങല്ലേ. നീ ഒരു കാര്യം ചെയ്യപ്പോട്ട് മറ്റന്നാ വായോ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. മറ്റന്നാന്ന് പറഞ്ഞ മറ്റന്നാളല്ലേ? ഇവനിപ്പോ ഛർദിക്കോ? ജോയേട്ടൻ പറഞ്ഞതാ. എന്റെ അഭയ, നീ ഒന്ന് പോയി. അല്ല മുതലാളിയുടെ നാളേതാ? നീ ഒന്ന് പോയാ ഭയ.
മറ്റന്നാ ശരിയാക്കാം. നീ ഒന്ന് ചെല്ല്. മറ്റന്നാ 10,000 രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ജോയേട്ടാ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. നമുക്ക് കേസ് കൊടുത്താലോ ജോയേട്ടാ? പാർട്ടിക്കെതിരെയോ? വേറെ എന്തിട്ടാ ചെയ്യാനോ? മണ്ടത്തരാവില്ലേ ജോയ്? ലൈഫിൽ എന്തെങ്കിലും ഹോപ്പ് വേണ്ടടി മനുഷ്യന്. ഞാൻ കേസ് കൊടുത്താ നീ എൻ്റെ കൂടെ നിൽക്കോ? മതിയായി തുടങ്ങണ്ട നിനക്ക് തന്നെ. എന്നാ ജോയ് ഇത് കുട്ടികളെ പോലെ? ഞാൻ കൂടുണ്ട് ജോയേട്ടാ, കാര്യൊന്നുമില്ല, എന്നാലും കൂടുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞപ്പം ജോയേട്ടന്റെ കൂടെ നടക്കുന്നതിന് അച്ഛനും അമ്മേനെ കുറെ ചീത്ത പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയേട്ടാ. ഉമ്മക്കിപ്പോ ഇത്തിരി മോശ സമയാന്നേ ഉള്ളൂ. പുണ്യാളുടെ അഗർബത്തീസ് നമ്മളിവിടെ ഉണ്ടാക്കും, എനിക്ക് ഷുവറാ. പാർട്ടിക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ കേസായി. ഈ കമ്മിങ് 20-ാം തീയതി അതിന്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് കോടതി വിളിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ലോക്കയാവും. അതുവരെ സാറൊന്ന് ക്ഷമിക്കണട്ടാ. ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? ഈ പാർട്ടിക്കാരുടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയിട്ടാ താൻ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പോണേ? അധികമൊന്നും വേണ്ട, ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ സാറെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരണം. അതിനുള്ളിലൊരു തീരുമാനം ഉണ്ടായില്ല വെച്ചാ സാർ പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ജപ്തി ചെയ്തോളാം. നീ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയ ജോയെ? എനിക്കത് മനസ്സിലാവും, തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടേ സാറേ. നമ്മുടെ തൃശ്ശൂരുള്ളൊരു ഗടി കുറെ കാലം മുമ്പ് നമുക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് നൈറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ കോടിക്കണക്കിന് റുപ്യാണ് എൻ്റെ ആസ്തി. എൻ്റെ പുണ്യാളന കൃപത്തേസിനും അതുപോലത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മള് കുറെ സ്വപ്നം കണ്ടതാ. സാറ് വിചാരിച്ചാൽ നടക്കും. സാറിന് വിചാരിക്കേ. അവിടെ ഉണ്ട് സാർ ഒരു 3 മാസം. എന്താണോ ഇത്? പരിഹാരം ഉണ്ടാക്കാന്ന് എണീക്കണം. സാറ് സിബിട്ടല്ലേട്ടാ. തുമ്പി എന്നാലും അയാളുടെ കാല് പിടിക്കണ്ടായിരുന്നു ജോയേട്ടാ. എന്നാലും 3 മാസത്തെ ടൈം കിട്ടിയില്ലടാ. അത് ശരിയാ. അപ്പനെ അമ്മനെ അവരെ വാടക കിട്ടും, പക്ഷെ ടൈം അത് വാടക കിട്ടില്ലട്ടാ. സോ വി ഹാവ് ടു യൂസ് ദ ടൈം വൈസ്ലി. മനസ്സിലായാ? അപ്പൊ ഭയങ്കര ജോയേട്ടാ ദേ അടുത്ത കുറിച്ച്. അയ്യോ ഇന്ന് മറ്റന്നാളാ? അന്നത്തെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് 3 ആഴ്ചയല്ലേ ജോയേട്ടാ? അയ്യോ കണ്ടൂടാ, ഞാൻ മണീസിന്റെ ഫ്രണ്ട് ഉണ്ടാവുന്നേ വണ്ടി എടുത്തോണ്ട് പോയോ? ഈ കൈ വെച്ചിട്ടാ ജോയേട്ടാ? അത് ജോയേട്ടനല്ല ബേ. അല്ലടാ, അതാ ആളിഞ്ഞിന്. മുതലാളി, മുതലാളി, അയ്യോ അഭയകുമാറിന്, അമ്പായകുമാറാണ്. അഭയകുമാറിന് മുതലാളി നിക്ക്. കളിക്കണ്ടേ? ഓടല മുതലാളി, ഓടണ്ടെങ്കിൽ നീ പോടാ. ഇത് വെടിമുണ്ട പാഞ്ഞ വരും. മുതലാളി ഇവന് കാലം വെച്ച് വീട്ടിലിരുന്നൂടെ? ഇത് കാല് കണ്ടീഷൻ കേട്ടോ, പകവര് വലിക്കില്ലേ? മുതലാളി വണ്ടിയുടെ കാര്യത്തില് മുതലാളി പകുതി ഓമ കിട്ടുട്ടാ. എനിക്കിട്ട് പടി വന്നാലാ മുതലാളി. ഇവനിങ്ങനെ കാലം വെച്ച് ഇങ്ങനെ ഓടാൻ പറ്റണേ? ഗ്ലോബലൈസേഷന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും ഇടയിൽ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യജീവന് എന്തു വില കൊടുക്കുന്നുവെന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ BT വഴുതന ഉൽപ്പാദിപ്പിക്കാനുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഈ നീക്കം. അധികാരത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഈ ജനവികാരം ഭരണതലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മെ കൊണ്ടാകുന്നതൊക്കെ നമുക്ക് ചെയ്യാം. കൂടുതൽ ചെറുപ്പക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരപന്തലിലേക്ക് ഒഴുകി വരുന്ന കാഴ്ച ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ സമരത്തിൽ RIP യുവനേതാവ് സാബു പാറത്തടത്തിലും KFC യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഉല്ലാസ് മോഹനും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് തൃശൂർ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ കൊച്ചു സമരം നാളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജോയി താക്കോൽക്കാരനല്ലേ? അതല്ലോ. ഞാൻ KFC യൂത്ത് വിംഗ് സെക്രട്ടറി ഉല്ലാസ് മോഹൻ. ഒന്നുകൂടി വന്ന ഒരു കാര്യം പറയട്ടെ. ജോയി പേടിക്കണ്ട,
ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ സാബു ഒന്നും നിങ്ങളെ തൊടില്ല. അങ്ങോരെന്താ ഇവിടെ? വെറുതെ ഷോ. ഇജാതി ജനകീയ സമരങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കണ്ടേ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. അത് പോട്ടെ. സത്യത്തിൽ ഞാൻ ജോയി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ? റൂളിംഗ് പാർട്ടിയായ ഞങ്ങളെ പാർട്ടിക്കെതിരെ നടത്തിയ ഹർത്താലിനെതിരെയാണല്ലോ ജോയി കേസ് കൊടുത്തിരിക്കണേ. ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം സൈഡാ. നാളെ തുടങ്ങാൻ പോണ ഈ കേസിൽ KFCയുടെ ഫുൾ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജോയിക്ക് ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷായി. ഞങ്ങൾ ഈ ചെയ്യുന്ന ഹെൽപ്പിന് പകരമായിട്ട് ചെറിയൊരു സംഖ്യ ജോയി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ബൈ ഇലക്ഷനാ വരണേ, അറിയാലോ. ഇത് ജയിച്ചാ പിന്നെ കോർപ്പറേഷൻ നമ്മുടെ കയ്യില. പിന്നെ നമ്മള് പറഞ്ഞത് അവിടുത്തെ റൂൾസ്. എത്ര പ്രതീക്ഷിക്കണേ? ഒരു 2 രൂപ. നിങ്ങൾക്കൊക്കെ അതൊരു തുകയാണ് എന്ന് വെച്ചാ? ഒന്നും അറിയാത്ത പോലെ 2 ലക്ഷം. ബാഗിന് പോലും താങ്ങാൻ പറ്റില്ലേ? നാളെ ഫാക്ടറിയിൽ ആള് വരും, അപ്പൊ കൊടുത്താ മതി. ശരി എന്നാ ആയിക്കോട്ടെ. ഇരിക്കേ എന്റെ അടുത്ത് ഇരിക്കേ.
ആ